കോഴിക്കോട് സ്വകാര്യ ബസ് ഡ്രൈവർമാരുടെ ലഹരി ഉപയോഗത്തെക്കുറിച്ച് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ്. ലഹരി ഉപയോഗിച്ച് ബസ് ഓടിക്കുന്നവരെ പേടിച്ച് നിരത്തിലിറങ്ങാൻ കഴിയാത്ത അവസ്ഥയെന്ന് പറയുന്നത് മറ്റാരുമല്ല, ഒരു ബസ് ഡ്രൈവർ തന്നെയാണ്. സ്വകാര്യ ബസ് ജീവനക്കാരുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലെ ശബ്ദ സന്ദേശം പുറത്തായതോടെ പോലീസും എക്സൈസും അന്വേഷണം തുടങ്ങി. ആദ്യം നമുക്ക് ആ ഓഡിയോ സന്ദേശം ഒന്ന് കേൾക്കാം. ഞാനൊരു ബസ്സിലെ ഡ്രൈവറാ. എനിക്കൊക്കെ ഇപ്പോ പേടിയാ ബസ്സിലെ പണിയെടുക്കാൻ. എന്താ വെച്ചാല് നമുക്കിപ്പോ ഒരു പച്ചയായ മനുഷ്യന് വണ്ടി ഓടിക്കാൻ കഴിയാത്ത അവസ്ഥയാ. എന്താ വെച്ചാല് മിക്ക ഡ്രൈവർമാരും കഞ്ചാവും MDMA ആ. നമ്മളമാരത്തൊരു ഉള്ളിലൊരു പേടിച്ചും കൊണ്ട് ഡ്രൈവ് ചെയ്യാനുള്ള ഡ്രൈവർമാരിപ്പോ ഇല്ല. ഒക്കെ ധൈര്യം വെച്ചുള്ള കളിയാ. വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത് നിഖിൽ പ്രമേഷാണ്. നിഖിലെ, ഞെട്ടിക്കുന്ന കാര്യമാണ് അദ്ദേഹം പറയുന്നത്. കാരണം പേടിച്ചിട്ട്, അതായത് പച്ചയോടെ ബോധത്തോടുകൂടെ ഡ്രൈവ് ചെയ്യുന്നവർ കുറവാണെന്നാണല്ലോ അദ്ദേഹം പറയുന്നത്. ഹഷ്മി, അനുജ, കൃഷിന, ഈ സംഭവം നമ്മളെ വളരെയധികം ഭീതിപ്പെടുത്തുന്നതാണ്. കാരണം നമ്മുടെ നിരത്തുകളിൽ എന്ത് സുരക്ഷയാണ് ഇത്തരത്തിൽ ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് വാഹനം ഓടിക്കുന്ന ആളുകൾ ഉണ്ടാകുമ്പോൾ നമുക്കുണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഇത് ഏതാനും മാസങ്ങൾക്ക് മുൻപ് തന്നെ ഇത്തരത്തിലുള്ള ഒരു വിവരം നമുക്ക് ലഭിച്ചിരുന്നു. അന്ന് ആ വിവരം തന്നത് പേരാമ്പ്രയിൽ നമുക്കറിയാം, ഒരു സ്വകാര്യ ബസ്സിന്റെ അമിത വേഗതയിൽ ജീവൻ പൊലിഞ്ഞ ഒരു വിദ്യാർത്ഥിയുടെ മരണം റിപ്പോർട്ട് ചെയ്യാൻ നമ്മളവിടെ എത്തിയപ്പോൾ തന്നെ അവിടുത്തെ ഒരു KSU നേതാവ് ഇക്കാര്യം നമ്മളോട് വെളിപ്പെടുത്തിയിരുന്നു. അതായത് പല ഈ ഡ്രൈവർമാരും അതായത് ഇത്തരത്തിലുള്ള രാസലഹരി അടക്കം ഉപയോഗിച്ചുകൊണ്ടാണ് ബസ് ഓടിക്കുന്നത് എന്നുള്ള ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ അദ്ദേഹം നടത്തിയിരുന്നു. അദ്ദേഹത്തോട് ഞാൻ വീണ്ടും ചോദിച്ചു, ഇത് നിങ്ങൾക്കൊരു റാൻഡമായിട്ട് ലഭിച്ച ഒരു വിവരമാണോ, അതോ നിങ്ങൾ ആരോടെങ്കിലും സ്പെസിഫിക്കലി ചോദിച്ച് മനസ്സിലാക്കിയതാണോ എന്ന് ചോദിച്ചപ്പോൾ അത് ചില ഡ്രൈവർമാർ തന്നെ ഇത്തരത്തിലുള്ള അനുഭവം പങ്കുവെക്കാറുണ്ട് എന്നാണ് പറയുന്നത്. ഇതിപ്പോൾ ഈ ഓഡിയോ പുറത്തു വരുന്നത് കഴിഞ്ഞ ദിവസം ഇത്തരത്തിലുള്ള അമിത വേഗം അവരുടെ സ്വകാര്യ ബസ് ജീവനക്കാരുടെ ബസ്സിൽ തന്നെ ചർച്ചയാവുകയും അതേ തുടർന്ന് ഒരു ഡ്രൈവർ ഈ വാട്സാപ്പ് ഗ്രൂപ്പിൽ പങ്കുവെച്ച സന്ദേശമാണിത്. പിന്നീട് പോലീസിന്, സ്പെഷ്യൽ ബ്രാഞ്ചിന് ഈ ഓഡിയോ സന്ദേശം ലഭിക്കുന്നു. അവരിതിന് പുറകിൽ അന്വേഷണം നടത്തുന്നു. അങ്ങനെ കോഴിക്കോട് പോലീസിനെ കണ്ടെത്തുകയാണ്. ഇതൊരു മറ്റൊരു ബസ് ഡ്രൈവറാണ് ഇത്തരത്തിലുള്ള സന്ദേശം പങ്കുവെച്ചത് എന്നുള്ളത്. അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം സതുദ്ദേശപരമായതിനാൽ അദ്ദേഹത്തിൻ്റെ ഐഡന്റിറ്റി പുറത്തുവിട്ടിട്ടില്ല. പക്ഷേ പോലീസ് ഇക്കാര്യം വളരെ ഗൗരവത്തിൽ കാണുന്നു. അതായത് ഇങ്ങനെ ഈ രാസലഹരി ഉപയോഗിച്ചുകൊണ്ട് വാഹനം ഓടിക്കുന്ന ആളുകളുണ്ടെങ്കിൽ എന്ത് സുരക്ഷയാണ് എതിർ ദിശയിൽ നിന്ന് വരുന്ന ആളുകൾക്കുള്ളത്, അല്ലെങ്കിൽ ഇതൊന്നും ഉപയോഗിക്കാതെ വളരെ നിഷ്കളങ്കമായി വാഹനം ഓടിക്കുന്ന ആളുകൾക്ക് എന്ത് സുരക്ഷയാണ് ഈ നിരത്തിലുള്ളത്? ഇനി ഇതൊന്നും വേണ്ട, നടന്നു പോകുന്ന ആളുകൾക്ക്, ഒന്നും അറിയാതെ നടന്നു പോകുന്ന ആളുകൾക്ക് എന്ത് സുരക്ഷയാണ് നിരത്തിലുള്ളത് എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് ഉയരുന്നത്. നമ്മളപ്പോൾ കാടടച്ച് വെടിവെക്കുകയല്ല, എല്ലാ ഡ്രൈവർമാരും ഇങ്ങനെയാണെന്ന് പറയുകയല്ല. എല്ലാ ഡ്രൈവർമാരും പറയുന്നില്ല. പക്ഷേ നമ്മൾ പലപ്പോഴും നിരത്തിൽ ആൾക്കാരുടെ ജീവന് തരിമ്പ് പോലും വില കൊടുക്കാതെ ആൾക്കാരെ ഏതാണ്ട് മനഃപൂർവ്വം ഇടിച്ചു കൊല്ലുന്ന മട്ടിൽ വണ്ടി ഓടിക്കുന്ന ഡ്രൈവർമാരെ നമ്മൾ കാണുന്നുണ്ട്. ആ ഡ്രൈവർമാർ കഞ്ചാവാണോ MDMA ആണോ എന്ന് സംശയം സ്വാഭാവികം. ഇപ്പൊ ഒന്ന് വാർത്ത ഒന്നും അറിയോ, സ്വകാര്യ ബസ്സുകൾ തമ്മിലുള്ള പകയിൽ ഒരു ബസ് മറ്റൊരു ബസ്സിനെ ബോധപൂർവ്വം ഇടിച്ചു എന്നുള്ളതാണ്. ബസ്സിലെ യാത്രക്കാർക്ക് ഗുരുതര പരിക്ക് എന്നുള്ളതാണ്. മലപ്പുറം തിരുവാലയിൽ വെള്ളിയാഴ്ച വൈകിട്ടാണ് സംഭവം. ആ CCTV ദൃശ്യങ്ങൾ അടക്കമുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, ഇങ്ങനെയൊക്കെ പെരുമാറുന്ന ഡ്രൈവർമാർ, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ വണ്ടി കൊണ്ട് ഇടിക്കാൻ പറ്റുന്ന ഡ്രൈവർമാർക്ക് അകത്ത് വല്ലതും ഉണ്ടോ എന്ന സംശയം സ്വാഭാവികമുണ്ടോ അല്ലേ? ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.